നമ്മുടെ ലോകം ബുദ്ധിപരമായിട്ട് പറയാതെ പറഞ്ഞ കാര്യം ഡിക്ഷണറി. അതുപോലെയാണ് ഇന്നുള്ള ഗൂഗിളും അലക്സയും ഒക്കെ. പണ്ട് അമ്മ എന്ന് വിളിച്ചോടുന്ന കുട്ടി ഇന്ന് അലക്സ എന്ന് വിളിച്ചിട്ടേ ഉണരുള്ളൂ. മനസ്സിലായോ? കാരണം അതാണ് കേൾക്കുന്നത്. അപ്പൊ ആ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അറിവ് നേടാനല്ല, അത് എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, എപ്പോ ഉപയോഗിക്കണം എന്നറിയാൻ വേണ്ടി. അതിനുള്ള വിദ്യാഭ്യാസം നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ നമ്മൾ കേമന്മാരാണ്. അപ്പൊ അറിവല്ല കൊടുക്കേണ്ടത്, അറിവ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് കൊടുക്കുന്ന പ്രാക്ടിക്കൽ സ്കിൽസ് ഉണ്ടാക്കി അതിന് താല്പര്യം ഉണ്ടാക്കി കൊടുക്കലാണ്. ആ താല്പര്യം ഉണ്ടായാൽ ഇഷ്ടം പോലെ പഠിച്ചു. അതുകൊണ്ട് ഫിസിക്സും മാത്സും കെമിസ്ട്രിയും ബയോളജിയും അല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. സൈക്ലിംഗ് ഈ റോഡിലും ഓടിക്കാൻ പഠിപ്പിക്കുമ്പോ നമ്മുടെ ലക്ഷ്യം ആ റോഡിൽ സൈക്കിൾ ഓടിപ്പിക്കാനല്ല. എന്തിനാണ്? ഏത് റോഡിലും നാളെ സൈക്കിൾ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് സൈക്കിൾ ഓടിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഒരു സൈക്കിൾ ഓടിക്കാൻ നമ്മൾ ഏത് റോഡിൽ പഠിപ്പിക്കുമ്പോ എങ്ങനെ ചിന്തിക്കുന്നു അതേ ചിന്തയോടുകൂടി വേണം എല്ലാ വിഷയങ്ങളും. അതുകൊണ്ട് സോഷ്യൽ സയൻസ് ടീച്ചർ നാളെ പോയിട്ട് മാത്സ് പഠിപ്പിക്കുക, മാത്സ് ടീച്ചർ പോയിട്ട് കെമിസ്ട്രി പഠിപ്പിക്കുക. എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് അറിയാം. കാരണം ഞാൻ തുടങ്ങിയത് അവിടെ വെച്ചാണ്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാ വിഷയവും നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളെ ആ പ്രായത്തിൽ എല്ലാ വിഷയവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ പഠിപ്പിക്കാൻ സാധിക്കും. അവരെക്കാളും കുറച്ചുകൂടി അറിവുണ്ടെന്ന് നമ്മൾ അവരെ ധരിപ്പിച്ചാലേ അവർക്ക് നമ്മളോട് ബഹുമാനം ഉണ്ടാകും. അപ്പോഴേ അവർ ഓർക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ കഥയും പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ഒന്നുകൂടി കേട്ടാൽ ഇതൊക്കെ എങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ലെങ്കിൽ യൂട്യൂബില് 25/12/20 ഡോക്ടർ. ഓക്കെ, നന്ദി, നമസ്കാരം. Thank you so much.